നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മൾ പുതുതായി തുടങ്ങിയിരിക്കുന്ന ടാരോട്ട് ലവ് എനർജീസിന്റെ വാട്സപ്പ് ചാനലിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കും എല്ലാ മാന്യ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. രണ്ടിൻ്റെയും ലിങ്കും അതുപോലെ കൂടുതൽ വിശദാംശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം. ഒടുവിൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ആ തീരുമാനം എടുത്തിരിക്കുന്നു. എന്താണ് ആ തീരുമാനം? അപ്പോൾ ഇതാണ് നമ്മളിത് നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പ്രണയബന്ധത്തിൽ വളരെയധികം ചതിക്കുഴികളാണ് സംഭവിച്ചിട്ടുള്ളത്. വഞ്ചനയും അതുപോലെ ചതിക്കുഴികളും ഒരുപാട് മുഖം മൂടികളുമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത്. മുഖം മൂടികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പലവരുടെയും ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള സാന്നിധ്യങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതോ ഒന്നിക്കുന്നതോ യാതൊരു തരത്തിലും താല്പര്യമില്ലാത്തവരാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും ചുറ്റിനും ഉള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ ശത്രുക്കളുടെ ഊർജം കാണാനായിട്ട് പറ്റുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ നിന്നുമാണ്. ഈ വ്യക്തിയിൽ നിന്നുമാണ് എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം നെഗറ്റീവായിട്ടുള്ള വ്യക്തികളാണ് അല്ലെങ്കിൽ ആളുകളാണ് ഈ വ്യക്തിക്ക് ചുറ്റിനും ഉള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. ഇവിടെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനേറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന ഒരു രീതി. അത് നെഗറ്റീവായിട്ടുള്ള കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും ഒക്കെ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ അവരിൽ നിന്നും നന്നായിട്ട് അകന്നു നിന്നുകൊണ്ട് മുന്നേറാനാണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് മനസ്സിന് സങ്കടം വരുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ദിനം പ്രതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ള തിരിച്ചറിവും ബോധവുമാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ആക്ടിവേഷൻ, അതായത് സ്പിരിച്വൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ട് പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയെ തേടി വരുന്നത്. ഇവിടെ നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റിംഗ് എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് അനാവശ്യമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തികളിൽ നിന്നുമാണ് ഈ വ്യക്തിക്ക്, നിങ്ങളുടെ പേഴ്സണ് ഇത്തരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ട്, വളരെ നെഗറ്റീവായിട്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കോ നിങ്ങളുടെ അഭിപ്രായമോ കേൾക്കാതെ മറ്റു പല ടോക്സിക് ആയിട്ടുള്ള വ്യക്തികൾ പറയുന്നതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് അത് തന്നെയാണ് ഈ പ്രണയബന്ധത്തിലെ പരാജയവും. അപ്പോൾ ഈ പ്രണയബന്ധം എങ്ങനെയെങ്കിലും മെച്ചപ്പെടുത്തിയെടുക്കാനും ഇവിടെ ടോക്സിക് ആയിട്ടുള്ള വ്യക്തികളെ പുറന്തള്ളാനും ആണ് ഈ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് അങ്ങേയറ്റം പോസിറ്റിവിറ്റിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞു വരുമ്പോൾ അങ്ങേയറ്റം പോസിറ്റീവാണ്. പക്ഷേ അത് പലതരത്തിലുള്ള മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ മാത്രമാണ് ഈ വ്യക്തി അത്തരം ഒരു തിരിച്ചറിവിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ പരീക്ഷണ ഘട്ടമാണ് ഈ പ്രണയബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരീക്ഷണത്തിൽ നിന്നും എന്നാണ് പുറത്തേക്ക് കടക്കാൻ സാധിക്കുക എന്നുള്ള പ്രാർത്ഥനയിലും പ്രതീക്ഷയിലുമാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഓരോരുത്തരും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു അവസരമാണ് നിങ്ങളെ തേടി വരാനായിട്ട് പോകുന്നത്. നല്ല രീതിയിലുള്ള അവസരം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പ്രണയബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ദൃഢതയുള്ളതാക്കാനും വേണ്ടിയിട്ട് തന്നെയാണ് പുതിയ അവസരങ്ങൾ വരുന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെ വിഷമിക്കുന്നുണ്ട്. മാനസികപരമായിട്ട് നല്ല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ അതിൽ നിന്നുമൊക്കെ മോചനം നേടുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. ഇവിടെ പ്രപഞ്ചശക്തി തന്നെ പലതരത്തിലുള്ള അവസരങ്ങൾ വഴിയൊരുക്കുന്നതായി നമുക്കിവിടെ കാണാം. ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഇനിയെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ അവസ്ഥ എങ്ങനെയായി തീരും എന്നുള്ള കാര്യത്തിൽ വളരെയധികം വിഷമത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കുറേ നാളായി നിങ്ങളാണെങ്കിൽ പോലും ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു.
പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടോ പുതിയ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടോ കാത്തിരിക്കുന്നു. അതിൻ്റെ പ്രാർത്ഥനയിലായിരിക്കാം, അതിൻ്റെ സമർപ്പണ ബോധത്തിലായിരിക്കാം. പക്ഷെ ഇവിടെ ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയെ തേടി ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ ആത്മീയതയ്ക്ക് പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് വളരെയധികം തേർഡ് പാർട്ടി അവസ്ഥകൾ നല്ല രീതിയിൽ തന്നെ മാഞ്ഞു പോകുന്ന, ഇൻവിസിബിളായി പോകുന്ന സാഹചര്യം തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നത്, ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനായിട്ട് പറ്റുന്നത്. സ്വന്തമായിട്ടുള്ളൊരു ദാമ്പത്യ ജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ട് ജീവിക്കാനായിട്ട് പറ്റുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്തരം അവസരങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അതൊന്നും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താതെ ശൂന്യതയിലേക്ക് മാത്രമാണ് ഈ വ്യക്തി നോക്കി നിന്നത്. അതുതന്നെയാണ് ഈ വ്യക്തിക്ക് പരാജയത്തിലേക്ക് കൊണ്ടുവന്നതും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളുടെയും ഉള്ളറകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായി, എന്തുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികൾ ഈ പ്രണയബന്ധത്തിലേക്ക് നുഴഞ്ഞു കയറി വന്നു, ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളാണ് ഈ വ്യക്തി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തി ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് നേരെ നിശബ്ദമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു തീരുമാനവും എടുക്കാതെ വെറുതെ ഇരിക്കുകയാണ് എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം എത്രത്തോളം നിശബ്ദത ഈ വ്യക്തി വഹിക്കുന്നുവോ അത്രയും തയ്യാറെടുപ്പുകളാണ് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിശബ്ദത ഒരിക്കലും ദുർബലമല്ല. ദുർബലരായിട്ടുള്ള വ്യക്തികൾ നിശബ്ദമായി ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങൾക്ക് നേരെ നിശബ്ദമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് തീർത്തും ഒരു ദുർബലതയല്ല, അതൊരു തയ്യാറെടുപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിന്റെ പ്രത്യേകത വെച്ചൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പൊ തീർത്തും ആ ഒരു മാറ്റം നിങ്ങൾക്ക് എന്നേക്കുമായി അനുകൂലമാകട്ടെ എന്നാണ് ഇവിടെ ആശംസിക്കാൻ പറ്റുന്നത്. എന്തായാലും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ട് കാണിക്കുന്നു. നല്ല രീതിയിലുള്ള സംഭാഷണം നിങ്ങൾക്കിടയിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാർഡ്സ് വ്യക്തമാക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ ഈ വ്യക്തി തീർത്തും ഒരുമിച്ചുള്ളൊരു ജീവിതം തന്നെയാണ് തീരുമാനിക്കുന്നത്. അതൊരു പക്ഷേ തേർഡ് പാർട്ടിയെ പരിപൂർണമായിട്ടും പുറത്തേക്ക് കളഞ്ഞിട്ടായിരിക്കും നിങ്ങളെ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ദൂരസ്ഥലത്തേക്കൊക്കെ പോയി ജീവിക്കാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഈ വ്യക്തി തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട്. മറ്റു പലവരുമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും നമുക്കിവിടെ കാണാം. അപ്പോൾ എന്നേക്കുമായി നോക്കുകയാണെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഈ വ്യക്തിയിലേക്ക് വന്നുപെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ഇത്രയും വലിയൊരു ചതി ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അടുത്തെങ്ങാനും ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ടാവില്ല. അത്രയും പോസിറ്റീവായിട്ടുള്ള നേട്ടങ്ങളാണ്, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള തിരിച്ചറിവുകളാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രണയ സന്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വായന നിർത്താം. നിന്റെ സത്യസന്ധത എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എന്നെ അവഗണിക്കല്ലേ പ്ലീസ്. എൻ്റെ മക്കളെ എനിക്ക് കാണണം എന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളെ കാണുവാൻ വളരെ നന്നായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. നിന്നെ ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷം ഞാൻ ഇന്നും ഓർക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നല്ല രീതിയിൽ തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷങ്ങൾ മനോഹരമായിട്ട് നിങ്ങളായിട്ട് ചെലവഴിച്ച പലതരത്തിലുള്ള നിമിഷങ്ങളെല്ലാം തന്നെ ഈ വ്യക്തി അതിമനോഹരമായി തന്നെയാണ് അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ഇതൊക്കെ ഓർത്തിട്ട് തന്നെയാണ് കൂടുതൽ ഹേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിനെ സ്വന്തമായിട്ട് മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയിലൂടെയാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രക്രിയ എന്നേക്കുമായി നിർത്തലാക്കുക എന്നുള്ളത് മാത്രമേ ഇത്രയും പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അറിയാവുന്ന വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.